ഹായ് വെൽക്കം ടു ഓൺലൈൻ ക്ലാസ്സസ്. നമ്മളെ ടോപ്പിക്കിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് എന്ത്? 3D ജോമെട്രി. അത് വെക്റ്റർ ഓൾജിബ്രയുമായിട്ട് എന്താണ് കണക്റ്റിംഗ് ചാപ്റ്റർ ആണ് എന്ത്? 3D ജോമെട്രി. നമ്മളെ വെക്ടേഴ്സിന്റെ ഒരുപാട് കാര്യം നമുക്ക് എന്ത് വരുന്നുണ്ട് ഇവിടെ. അതിൽ 3D നമുക്ക് എന്ത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചാപ്റ്ററിന്റെ പേരാണ് എന്ത്? 3D ജോമെട്രി. 3D എന്ന് പറഞ്ഞാൽ 3D. ഓക്കെ, 3D ആണ് ചാപ്റ്റർ. 3D ജോമെട്രി 3D. ഓക്കെ, അപ്പൊ 3D എന്ന് മീൻ ചെയ്യാൻ ഒരു ഇമാജിനേഷൻ ആണ് നമുക്ക് 3D എന്ന് പറയുന്നത്. ഇമാജിനേഷൻ ആണല്ലോ അല്ല, കാരണം നമ്മള് ഒരു എയറിലുള്ള കോർഡിനേറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ 3D യൂസ് ചെയ്യുന്നത് ഒരു പോയിന്റ് നമ്മൾ എയറിലായിരിക്കും. ഓക്കെ, 3Dക്ക് എന്തുണ്ട്? 3 ആക്സിസ് ഉണ്ട്. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ്. എക്സ് വരുന്നു, വൈ വരുന്നു, സെഡ്. ഇങ്ങനെ 3 ആക്സിസ് ആർക്കുണ്ട് മക്കളെ? എക്സിനും 3Dക്ക് വരുന്നുണ്ട്. അത് എക്സ് ആക്സിസുമായി മേക്ക് ചെയ്യുന്ന ആംഗിളിന് നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? ആൽഫ, ബീറ്റ, ഗാമ. വെക്ടറിൽ അതേ ടോപ്പിക് പഠിച്ചിട്ടുണ്ട്. അപ്പം വീണ്ടും തന്നെ എഴുതുന്നില്ല, നിങ്ങൾ കേട്ടിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ആംഗിൾസ് ഉണ്ട്. ആൽഫ, ബീറ്റ, ഗാമ. ഈ ആൽഫ, ബീറ്റ, ഗാമ ഇസ് കോൾഡ് ഡയറക്ഷൻ ആംഗിൾസ് എന്ന് പറയും. ആൽഫ, ബീറ്റ, ഗാമ ഇസ് കോൾഡ് ഡയറക്ഷൻ ആംഗിൾസ്. നിങ്ങൾ ആൽഫ എക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് എന്ത്? ആൽഫ. വൈയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് എന്ത്? ബീറ്റ. സെഡുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് എന്ത്? ഗാമ. ആൽഫ, ബീറ്റ, ഗാമ. ഓക്കെ, നിങ്ങൾ ഈ ആൽഫക്കും ബീറ്റയ്ക്കും ഗാമക്കും നിങ്ങൾ കോസ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കോസ് ആൽഫ, കോസ് ബീറ്റ ആൻഡ് കോസ് ഗാമ എന്ന് കിട്ടും. ഈ കോസ് ആൽഫ, ഈ കോസ് ബീറ്റ, കോസ് ഗാമ ആർ കോൾഡ് ഡയറക്ഷൻ എന്താണ്? കൊസൈൻസ് എന്ന് പറയുന്നത്. ആർ കോൾഡ് ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയാം. ഓക്കെ, ഈ കോസ് ആൽഫയും കോസ് ബീറ്റയും കോസ് ഗാമയും തമ്മിൽ റിലേഷൻ ഉണ്ട്. കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ ഈക്വൽ ടു 1 എന്നായിരിക്കും അല്ലെ. നമ്മൾ എൽ എന്ന് പറയാം. നമ്മൾ എൽ ഈക്വൽ ടു കോസ് ആൽഫ എന്ന് കൊടുക്കുക. എം ഇസ് ഈക്വൽ ടു ആരാണ്? കോസ് ബീറ്റ എന്ന് കൊടുക്കുക. എൻ ഈക്വൽ നമുക്ക് എന്ത് കൊടുക്കുക? കോസ് ഗാമയും കൊടുക്കുക. അപ്പോൾ എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഈക്വൽ ടു 1 എന്നായിരിക്കും. ഓക്കെ, അതേപോലെ ഗിവൺ നമുക്ക് എന്തറിയാം? ഡയറക്ഷൻ റേഷ്യോസ് നമുക്ക് അറിയാമെങ്കിൽ ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല വെക്റ്റർ ആൻഡ് ചാപ്റ്റർ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ പാർട്ടാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു തരാം. അപ്പോൾ റേഷ്യോസ് നമുക്ക് നോക്കാം. അപ്പോൾ റേഷ്യോസ് കാണാം. നമുക്ക് ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്തുണ്ട്? 3 കേസ് പറയുന്നുണ്ട് ഡയറക്ഷൻ കൊസൈൻ ഫോം ചെയ്യാൻ. അതിൽ ഒന്നാമത്തെ കേസ് മീൻ ചെയ്യുന്നത് ആൽഫ, ബീറ്റ, ഗാമ. ആംഗിൾസ് തന്നാൽ ആംഗിൾസ് ആർ ഗിവൺ എങ്കിൽ നമ്മൾ എങ്ങനെ ഇതിന്റെ ഡയറക്ഷൻ കൊസൈൻസ് ഫോം ചെയ്യാണ് ഫസ്റ്റ് പാർട്ടിൽ പഠിക്കുന്നത്. ഓക്കെ, നോക്കൂ മക്കളെ, നോക്കൂ എന്ന് പറഞ്ഞാല് ആംഗിൾസ്. ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞത് ആംഗിൾസ് ആർ ഗിവൺ. ഓക്കെ, ആംഗിൾസ് എന്നാൽ നമ്മളെ അതിന്റെ ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് ഫസ്റ്റ് പറയുന്നത്. നമ്മൾ വെക്ടർ പഠിച്ചതാണ്, ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്യാന്നുള്ളൂ മക്കളെ. അപ്പൊ എൽ ഈക്വൽ ടു എന്താണ്? കോസ് ആൽഫ. എം ഈക്വൽ ടു ആരാണ്? കോസ് ബീറ്റ. എൻ ഈക്വൽ ടു ആരാണ്? കോസ് ഗാമ. എന്ത് വന്നാല് ആൽഫ, ബീറ്റ, ഗാമ എന്ന 3 ആംഗിൾ തന്നാൽ നമ്മൾ എങ്ങനെയാണ് കൊസൈൻസ് കണ്ടുപിടിക്കുക മക്കളെ? കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ എന്ന് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, രണ്ടാമത്തെ കേസ് പറഞ്ഞേക്കുന്നത് നമുക്ക് നമ്മുടെ സെക്കൻഡ് കേസ് എന്താണ് മക്കളെ? ഈ സെക്കൻഡ് കേസ് നമ്മൾ മീൻ ചെയ്യുന്നത് നമുക്ക് ഡയറക്ഷൻ റേഷ്യോസ് ആർ ഗിവൺ. ഓക്കെ, റേഷ്യോസ് നമുക്ക് അറിയാം. ഓക്കെ, എന്താണ് വരിക? ഡയറക്ഷൻ റേഷ്യോസ് ആർ ഗിവൺ. ഡയറക്ഷൻ റേഷ്യോസ് ആർ ഗിവൺ. ഓക്കെ, റേഷ്യോസ് നമുക്ക് എന്താണ് ഗിവൺ ആണെങ്കിൽ പറഞ്ഞ റേഷ്യോ വരിക എ ബി സി എന്ന് 3 റേഷ്യോസ് ആർ ഗിവൺ ആണെങ്കിൽ. ഓക്കെ, ഡയറക്ഷൻ റേഷ്യോസ് ആർ ഗിവൺ ആണെങ്കിൽ എന്താണ് ഫോർമുല മക്കളെ? സിമ്പിൾ ആണ്. മുന്നേ പഠിച്ചതാണ്. കോസ് ആൽഫ ഈക്വൽ ടു എ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ
പ്ലസ് സി സ്ക്വയർ. അതുപോലെ കോസ് ബീറ്റ ഈക്വൽ ടു ആരാ ബി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. കോസ് ഗാമയല്ലേ അല്ലെ, കോസ് ഗാമ ഈക്വൽ ടു ആരാ സി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ അല്ലെ. കോസ് ആൽഫ എ ബൈ കോസ് ബീറ്റ ബി ബൈ കോസ് ഗാമ എന്താണ് സി ബൈ എന്ന് നമുക്ക് അറിയാം. ഓക്കെ then next നമുക്ക് വരാം 2 points are given. 2 points are third case വരുന്ന 2 points are given. 2 points are given. ഓക്കെ, അപ്പോൾ നമുക്ക് 2 points എന്നാൽ നമ്മൾ എങ്ങനെയാണ് അതിന്റെ ഡയറക്ഷൻ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കാൻ എന്നൊക്കെ നമുക്ക് നോക്കാലോ അല്ലെ. എന്താ ചെയ്യുന്നത് മക്കളെ, x1 a എന്ന പോയിന്റ് a of x1 y1 and b of x2 എന്താണ് y2. a എന്ന പോയിന്റ് x1 y1 ആണ്, b എന്ന പോയിന്റ് x2 y2 ആണ് എങ്കിൽ നമുക്ക് ഇതിന്റെ ഡയറക്ഷൻ റേഷ്യോസ് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഇവിടെ റേഷ്യോസും കണ്ടുപിടിക്കുക, അതുപോലെ കൊസൈൻസും കണ്ടുപിടിക്കാൻ പറ്റും. റേഷ്യോ എന്താ മീൻസ് നമ്മൾ എ ബി എടുത്താൽ മതി അല്ലെ. എന്താ ചെയ്യേണ്ടത്, ഡയറക്ഷൻ റേഷ്യോന്റെ ഫോർമുല 2 പോയിന്റ്സ് അറിയാലോ അല്ലെ. ഡയറക്ഷൻ റേഷ്യോസ് കണ്ടുപിടിക്കുന്ന ഫോർമുല x1 y1 3D അല്ല നമുക്ക് x1 y1 z1 x2 y2 കൊടുക്കുന്ന സംഭവിക്കാം നമുക്ക് z എന്ന് കൊടുക്കണം 3D എന്നല്ല. അപ്പോൾ ഡയറക്ഷൻ റേഷ്യോ പ്രൈസ് ആണ് വരിക x2 മൈനസ് x1 y2 മൈനസ് y1 z2 മൈനസ് z1 ഫോർമുല റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഓക്കെ, തിരിച്ചും പറയാൻ പറ്റില്ല കേട്ടോ, x1 മൈനസ് x2 എന്ന് പറയാം. തിരിച്ചു മറിച്ച് പറയാൻ പറ്റുകയാണ് ഡയറക്ഷൻ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അതുപോലെ ഡയറക്ഷൻ ആണ് കൊസൈൻസ് ആണെങ്കിൽ ഡയറക്ഷൻ കൊസൈൻസിന്റെ ഫോർമുല. കൊസൈൻ നമുക്ക് എന്തെങ്കിലും ബൈ ടേം ഉണ്ടായിരിക്കുന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, കൊസൈൻ്റെ ഫോർമുല x2 മൈനസ് x1 ബൈ എന്താണ് ബൈ എന്താണ് എ ബി നമുക്കറിയാലോ, ഫോർമുല ഉപയോഗിച്ചാൽ മതി അല്ലേ. then y2 മൈനസ് y1 ബൈ എ ബി പിന്നെ z2 മൈനസ് z1 ബൈ എന്താണ് എ ബി. നമ്മൾ എങ്ങനെയാണോ എ ബി ഫോം ചെയ്യുക, എ ബി 2 പോയിന്റിന്റെ ഡിസ്റ്റൻസ് ഫോർ നമുക്ക് അറിയാലോ. എ ബി ഇവിടെ ഉപയോഗിച്ച് നമ്മൾ റൂട്ട് ഓഫ് ഇല്ലേ, ഇതൊരു ഒപ്പീനിയൻ ഡിസ്റ്റൻസ് അല്ല, ഒറിജിനൽ ആയതുകൊണ്ട് 2 പോയിന്റ് ഉപയോഗിക്കുക എ ബി വരിക. അപ്പോൾ എ ബിയുടെ ഡിസ്റ്റൻസ് ഫോർ നമുക്ക് അറിയാം, എ ബി ഈക്വൽ റൂട്ട് ഓഫ് 2 പോയിന്റ് അറിയാം x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് നമുക്ക് വരിക z2 മൈനസ് z1 എന്താണ് ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ, അതേമാതിരി നമുക്ക് ഇനി വേറെ എന്ത് റിലേഷൻ ഫോർമുല ഉണ്ടോ, ഇത് റിലേഷൻ എങ്ങനെയാണെന്ന് പറയാം, എൻ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഈക്വൽ ടു 1 ഇങ്ങനെ കണ്ടീഷൻ ഉപയോഗിക്കാം. ഇതാണ് ഫസ്റ്റ് പാർട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, റേഷ്യോസ് കൊസൈൻസ് കണ്ടുപിടിക്കാൻ 3 കേസസ് ഉണ്ട്. അത് ആംഗിൾ തന്നാലും നമുക്ക് എന്ത് ചെയ്യുക, കൊസൈൻ കണ്ടുപിടിക്കുക. പിന്നെ റേഷ്യോ തന്നാലും കൊസൈൻ കണ്ടുപിടിക്കുക. 2 പോയിന്റ്സ് നമുക്ക് എന്ത് ചെയ്യുക, കൊസൈൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആക്കുന്നതിന് ഇതിൻ്റെ ഫസ്റ്റ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പോകുന്നു. ഫസ്റ്റ് പ്രോബ്ലം എക്സാമ്പിൾ 1 ആണ്, പേജ് നമ്പർ 466 കേട്ടോ. പേജ് നമ്പർ 466 എക്സാമ്പിൾ 1 ആണ് ഫസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. ഇഫ് എ ലൈൻ മേക്സ് ആംഗിൾ 90 60 30 നമുക്ക് ആംഗിൾ പറഞ്ഞത് 90 എന്നുണ്ട്, 60 എന്നുണ്ട്, എന്തുകൊണ്ട് 30 ഉണ്ട്. 90 60 30 with the positive direction of x y and z axis respectively find its direction എന്താണ് cosines എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമ്മുടെ ആൽഫ എന്താണ് 90 എന്നാണ്, ബീറ്റ എന്താണ് 60 എന്നാണ്, ഗാമ നമുക്ക് വരിക 30 എങ്കിൽ L ഈക്വൽ ടു വരിക cos 90 എന്താ, cos 90 is equal to 0. M is equal to വരിക cos 60 എന്നുള്ള വാല്യൂ 1/2. പിന്നെ
n ഈക്വൽ ടു ആരാണ് കോസ് 30 എന്നുള്ള √3/2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡയറക്ഷൻ കോസിന് കിട്ടിയല്ലോ 0 1/2 പിന്നെ √3/2. ഓക്കെ, എക്സാമ്പിൾ 2 സെയിം പേജ് നമ്പർ എക്സാമ്പിൾ 2 ൽ പറഞ്ഞിരിക്കുന്നത് ഇഫ് എ ലൈൻ ഹാസ് എ ഡയറക്ഷൻ റേഷ്യോസ് നമുക്കറിയാം, ഡിറ്റർമൈൻസ് ഡയറക്ഷൻ കൊസൈൻസ് റേഷ്യോസ് നമുക്കറിയാം. എന്താ ഫോം ചെയ്യാൻ പറഞ്ഞത്? അതിൻ്റെ കൊസൈൻസ് നമുക്ക് ഫോം ചെയ്യണം. ഓക്കെ, അപ്പോൾ റേഷ്യോ നമുക്ക് റേഷ്യോ അറിയാം 2, -1, -2 അല്ലേ. 2 -1 -2 നമുക്ക് എന്താ കാണുമ്പോൾ ഡിറ്റർമൈൻ ദ ഡയറക്ഷൻ കൊസൈൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ? സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുക. നമുക്ക് എന്തായിരിക്കും ശ്രമിക്കേണ്ടത്? റേഷ്യോസ് ആർ ഗിവൺ, ഫൈൻഡ് നമുക്ക് കൊസൈൻസ് ആണല്ലോ. അത് ചെയ്യേണ്ട ആദ്യം കോസ് ആൽഫ ഈക്വൽ ടു എൽ ഈക്വൽ സംഭവിക്കുക 2 എന്നാണല്ലോ. 2 ആദ്യം റൂട്ട് കണ്ടുപിടിക്കുക. റൂട്ട് ഓഫ് എന്താ? 2² പ്ലസ് 1² പ്ലസ് 2 റൂട്ട് 9 ആണല്ലോ. റൂട്ട് 9 3 ആയിട്ട് മാറണം. 2/3 റൂട്ട് 9 ആണ് വരുന്നത്. ഇതാണ് 2/3 ഫസ്റ്റ് ആൻസർ. ഓക്കെ, മുകളിലത്തെ ടേം ബൈ ഇയാളെന്താണ്? മാഗ്നിറ്റ്യൂഡ്. ഇയാളെന്താണ്? റൂട്ട്. ഓപ്പി റൂട്ട് നമുക്ക് അറിയാലോ. റൂട്ട് ഓഫ് 2² പ്ലസ് -1² പ്ലസ് -2². ഓക്കെ, അഗെയിൻ കോസ് ബീറ്റ ഈക്വൽ ടു m ഈക്വൽ ടു -1/3 അല്ലേ. -1/3 വരും. -1/3. ഓക്കെ, അഗെയിൻ ഈ കോസ് ഗാമ എന്ന് വരും. കോസ് ഗാമ ഈക്വൽ ടു -2/3 എന്നാണ് ഡയറക്ഷൻ. ഇതാണ് ഡയറക്ഷൻ എന്ന് പറയാം. എക്സാമ്പിൾ 3 ആണ്. എക്സാമ്പിൾ 3 ല് find the direction cosines of the line passing through the 2 points. രണ്ട് പോയിന്റ് പാസ് ത്രൂ 2 points. -2 4 -5 -2 4 -5 -2 4 -5 and 1 2 3 and എന്താണ്? and 1 2 3. ഓക്കെ, നമുക്ക് എന്താ കാണാൻ പറഞ്ഞേ? ഫൈൻഡ് ദ ഡയറക്ഷൻ കൊസൈൻസ് നമുക്ക് ഫോം ചെയ്യണം. ഓക്കെ, രണ്ട് പോയിന്റ് വന്നാൽ നമ്മൾ എങ്ങനെയാണ് അതിന്റെ ഡയറക്ഷൻ കൊസൈൻസ് നമുക്ക് ഫോം ചെയ്യാൻ നോക്കട്ടെ അല്ലെ. രണ്ട് പോയിന്റ്സ് ആർ ഗിവൺ. രണ്ട് പോയിന്റ്സ് നമുക്ക് ഫോം ചെയ്താൽ അതിന്റെ ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ. ആദ്യം ഉണ്ടാക്കാൻ എ ന് പേര് കൊടുക്കുക, ബി ന് പേര് കൊടുക്കട്ടെ. അപ്പൊ ആദ്യം എ ബി ഉണ്ടാക്കാമല്ലോ. എ ബി ഈക്വൽ ടു അല്ലെ. എ ബി എന്ന് വരിക റൂട്ട് ഓഫ് വരാ. എ ബി എന്ന് പറഞ്ഞെങ്കിൽ 1 - 2 ഹോൾ സ്ക്വയർ അല്ലേ. 1 - 2 ഹോൾ സ്ക്വയർ പ്ലസ് 2 - 4 ഹോൾ സ്ക്വയർ പ്ലസ് 3 -5 ഹോൾ സ്ക്വയർ. ഇങ്ങനെ വരും കേട്ടോ. 3 - -5 whole square, that is AB equal to root of 1 - -2 3 square 9 അല്ലേ. ഇവിടെ 9 ആയി. പിന്നെ 2 - 4 -2 square നമുക്ക് ഒരു 4 ആവും അല്ലേ. ഇവിടെ 4 കിട്ടി. പിന്നെ 64 64 equal to റൂട്ട് എന്താണ്? 77 കിട്ടി. എന്താ കിട്ടുക? റൂട്ട് 77 കിട്ടിയല്ലോ. അത് കിട്ടി അല്ലേ. നമുക്ക് എന്താ വേണ്ടത്? ഫോർമുല കോസ് ആൽഫ. ക്വസ്റ്റ്യൻസ് വരുന്നത് കോസ് ആൽഫ ഈക്വൽ ടു നമുക്ക് വരാം x2 - x1/p ab എന്നാണല്ലോ. ദാറ്റ് ഈസ് x2 മൈനസ് ചെയ്യട്ടെ. 1 മൈനസ് അല്ലേ. 1 - -2 ഡിവൈഡ് ബൈ റൂട്ട് 77 കോമ cos beta equal to 2 - 4 divided by 77. പിന്നെ cos gamma equal to 3 - -5 by √77. ഓക്കെ, നമുക്ക് ഈക്വൽ ടു വരിക. ആൻസർ നമുക്ക് ഈക്വൽ ടു വരാറ്. ആൻസർ നമുക്ക് 3 ആവട്ടെ മാറണം. ആൻസർ വരിക L ഈക്വൽ ടു എന്ന് പറയുന്നത് L ഈക്വൽ ആണ് 3 by 77. M ഈക്വൽ ടു -2 by 77.
പിന്നെ n ഈക്വൽ ടു ആരാ 8/77. യെസ്, എല്ലാം കൺഫേം ചെയ്തല്ലോ അല്ല. 3 - 2 പിന്നെ 8 ക്ലിയർ ഡൺ. അടുത്ത എക്സാമ്പിൾ 4 ആണ്. എക്സാമ്പിൾ 4 ക്വസ്റ്റ്യൻ. എക്സാമ്പിൾ 4 പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ direction cosines of x, y and z axis. Find the direction cosines of x, y and z axis. Okay, നമുക്കറിയാം മക്കളെ, ഒരു എക്സിലാണെങ്കിൽ ഒരു എക്സ് ആക്സിസിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്താ വരിക? എക്സും എക്സ് എന്ന് വരിക പാരലൽ ആയിരിക്കും. എക്സും വൈയുമായിട്ടോ 90 ആയിരിക്കും. എക്സ് സെഡ് ആണെങ്കിലോ 90 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മള് എക്സ് ആക്സിസ് നമുക്ക് ആംഗിൾ വരുന്നത്, എക്സ് ആക്സിസ് നമ്മുടെ ആംഗിൾ എന്താ വരുന്നത്? എക്സ് ആക്സിസ് നമ്മുടെ ആംഗിൾ എന്തൊക്കെ വരിക? എക്സ് ആക്സിസിൽ നമ്മുടെ ആംഗിൾ വരുന്നത് ആരൊക്കെയാണ്? 0, 90, 90, 0, 90, 90. ഓക്കെ, നമ്മുടെ വൈ ആക്സിസ് ആണല്ലോ മക്കളെ. നമ്മുടെ വൈ ആക്സിസ് നമുക്ക് വരുന്ന ആംഗിൾ അല്ലേ? വൈയിലാർക്കാണെങ്കിൽ നമുക്ക് വരിക വൈ ആംഗിൾ 90, 0, 90. കാരണം വൈയും എക്സും എന്താ വരിക? പെർപെൻഡിക്കുലർ ആയിരിക്കും. വൈയും വൈയോ പാരലൽ ആയിരിക്കും. വൈയും സെഡോ പെർപെൻഡിക്കുലർ. നമുക്ക് പാരലൽ എന്താ വരിക? ആംഗിൾ 0 ആയിരിക്കും. പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആംഗിൾ എന്താ? 90 ആയിരിക്കും. ഓക്കെ, അടുത്ത് സെഡ് അല്ലേ? നമ്മുടെ സെഡ് ആക്സിസ് implies നമുക്ക് വരിക സെഡ് ആക്സിസ് വരുന്നത് 90, 0 നമുക്ക് വരിക സെഡ് ആക്സിസ് വരുന്നത്. ഓക്കെ, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ്. ഓക്കെ, നമുക്ക് വേണ്ട അപ്പോൾ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എന്താ? എക്സിലാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടണോ? കോസീറോ അല്ലേ? 1, 0, 0 അല്ലേ? ഡയറക്ഷൻ ഓഫ് കൊസൈൻസ് ഓഫ് എന്താ? വൈയിലാണെങ്കിലോ വൈ എക്സ് വരിക 0, 1, 0. നമ്മുടെ സെഡിലാണെങ്കിലോ സെഡിൽ നമുക്ക് വരിക 0, 0, 1. ഇതാണ് ആൻസർ കേട്ടോ. 1, 0, 0, 0, 1, 0, 0, 0, 1. യെസ്. എക്സാമ്പിൾ 5. Show that the points, 3 points are collinear. നമുക്കറിയാം ഒരു കൊളീനിയർ പ്രൂവ് ഒരുപാട് കണ്ടീഷൻ, കൊളീനിയാരിറ്റിക്ക് ഒരുപാട് കേസ് ഉണ്ട്. റേഷ്യോസ് നോക്കുക, അല്ലെങ്കിൽ രണ്ട് സൈഡ് ആഡ് ചെയ്യാൻ ഒരുപാട് കേസ് ഉണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മള് റേഷ്യോസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ഇതിന്റെ ഡയറക്ഷൻ കൊളീനിയർ ആണോ എല്ലാം ചെക്ക് ചെയ്യാം. ഓക്കെ, അതൊന്നും ചെയ്യാം. നമുക്ക് 3 പോയിന്റ്സ് ഉണ്ടല്ലോ. അപ്പൊ ഡയറക്ഷൻ റേഷ്യോസ് എന്ത് ചെയ്യാം? എ ബി ആണ്ടെ. എ ബിയുടെ റേഷ്യോ പറഞ്ഞേ. എ ബിന്റെ റേഷ്യോ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് എ ബി എന്താ? ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് എ ബി വരുന്നത് ബിന്ന് എ മൈനസ് മനസ്സിലായിട്ട് നമുക്ക് -1, -5, 7. അടുത്ത ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ആരാണ്? ബി സി എടുക്കട്ടെ അല്ലെ? അടുത്ത സൈഡ് എടുക്കാം. എന്താ ബി സി മീൻ ചെയ്യുക? സിന്ന് ബി മൈനസ് ചെയ്യട്ടെ. അപ്പൊ 3 - 1 2 വരും. 3, 2 പിന്നെ 10 പിന്നെ -14. അപ്പൊ 2 വരുന്നുണ്ട്, 10 ഉണ്ട്, -14 ഉണ്ട്. ഈ എ ബി എന്ന റേഷ്യോയും അതുപോലെ ബി സി എന്ന റേഷ്യോയും തമ്മിൽ എന്തെങ്കിലും മക്കളെ റിലേഷൻസ് ഉണ്ടോ നോക്കി. എ ബി എന്ന റേഷ്യോ അതുപോലെ ബി സി എന്ന റേഷ്യോ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ വരുന്നുണ്ടോ? യെസ്. ലെവൽ എന്താണ്? ഡബിളിന്റെ ബന്ധം വരുന്നുണ്ടല്ലോ അല്ലെ? ഇതെന്താണത്? പ്രൊപ്പോർഷൻ ആണുള്ളത്. ഫോർ എന്താ? ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് എ ബി ആൻഡ് ബി സി ആർ പ്രൊപ്പോർഷണൽ. ഹെൻസ് എ ബി is parallel to BC. എന്താണ്? എ ബി സി ആർ കൊളീനിയർ പോയിന്റ്സ്. എ ബി ആൻഡ് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് എ ബി ആൻഡ് ബി സി ആർ പ്രൊപ്പോർഷണൽ. therefore എന്താ? എ ബി സി ആർ കൊളീനിയർ. നമ്മൾ എന്തെങ്കിലും ബന്ധം ഉണ്ടല്ലോ. അപ്പോൾ എ ബി ബി സി തമ്മിൽ റിലേഷൻ ഉണ്ട്. therefore എന്താ? എ ബി സി ആർ നമുക്ക് എ ബി സി ആർ എന്താണ്? കൊളീനിയർ ആയിരിക്കും. അത്രയേ ഉള്ളൂ കേട്ടോ. കണ്ടീഷൻ ഓർമ്മ ഉണ്ടല്ലോ. എ ബി ആൻഡ് ബി സി ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് എ ബി ആൻഡ് ബി സി ആർ പ്രൊപ്പോർഷണൽ. therefore എ ബി സി ആർ എന്താണ്? കൊളീനിയർ. എ ബി സി ആർ എന്താണ്? കൊളീനിയർ. ഓക്കെ, 11.1 ഫസ്റ്റ് നിങ്ങൾ ചെയ്യുക. പിന്നെ സെക്കൻഡിൽ ടഫുള്ള നമ്മൾ ചെയ്ത് നോക്കാം കേട്ടോ. സെക്കൻഡ് പ്രോബ്ലം റൈറ്റ് ക്വസ്റ്റൻ ആണ്. സെക്കൻഡ് നമ്മൾ എക്സാമ്പിളിൽ ചെയ്യാത്ത മോഡൽ ക്വസ്റ്റൻ മാത്രമേ എക്സസൈസ് പ്രോബ്ലം ചെയ്യുള്ളൂ കേട്ടോ. എന്താണ്? 11.1 ആണ്. 11.1 എക്സസൈസ് 11.1 പേജ് നമ്പർ
4, 6, 7. Okay, find the direction cosines of a line which makes equal angles with the coordinate axis. Find the direction cosines of a line which makes equal angles with the coordinate axis. Okay, simple. Equal angles നമുക്ക് വരിക alpha equal to beta equal to gamma ആയിരിക്കും. alpha equal to beta equal to gamma ആണ്. angles equal ആയിരിക്കുമല്ലോ. ഓക്കെ, ഇവിടെ നമ്മൾ ഏത് പ്രോപ്പർട്ടി ഉപയോഗിക്കാം? നമുക്ക് cos square alpha plus cos square beta plus cos square gamma equal to 1 അല്ലേ? cos square alpha plus cos square beta plus cos square gamma equal to നമുക്ക് എന്ത് കൊടുക്കാം മക്കളെ? 1 എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ ആംഗിൾസ് ഒക്കെ ഈക്വൽ ആയിരിക്കുമല്ലോ. ദാറ്റ് ഈസ് നമുക്ക് എന്ത് പറയാം? cos square alpha plus cos square alpha plus cos square alpha equal to 1 അല്ലേ? എന്ത് ചെയ്യാ? ഈ മൂന്നും ആഡ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? therefore 3 cos square alpha equal to 1 cos square alpha equal to 1 by 3 cos alpha equal to plus or minus 1 by root 3. നമ്മൾ എന്താ പറഞ്ഞേ? ഈക്വൽ ആംഗിൾസ് ആണല്ലോ. therefore എന്താ? plus or minus 1 by root 3. ഓക്കെ, ആൽഫ ബീറ്റ ഒക്കെ ഈക്വൽ അല്ലേ? പ്ലസ് ഓർ മൈനസ്. അപ്പോൾ കോസ് ആൽഫ കിട്ടാൻ നമുക്ക് ആൽഫ വരിക 1 plus 1 root 3 plus or minus 1 by root 3 comma plus or minus 1 by root 3. That's all. ഓക്കെ, പിന്നെ ഫോർത്ത് അങ്ങ് ചെയ്യാൻ പറ്റും. അതുപോലെ പ്ലെയിനർ പോയിന്റ്സ് ഇതൊക്കെ നമ്മൾ എക്സാമ്പിളിൽ ക്വസ്റ്റ്യന് ഇതൊക്കെ നമ്മൾ വീണ്ടും വരച്ച് നോക്കിയാൽ മതി. പിന്നെ ഫിഫ്ത്ത് നമ്മൾ ചെയ്യേണ്ട ട്രയാങ്കിൾ പറഞ്ഞാൽ അപ്പോൾ 3 പോയിന്റ് ഇല്ലേ? നമ്മൾ ആദ്യം എ ബി ഉപയോഗിച്ചിട്ട് എന്താക്കാം? എ ബി ഉപയോഗിച്ച് ലക്ഷ്യം കണ്ടുപിടിക്കുക കേട്ടോ. എ ബി ഇതുപോലെ നമ്മൾ എ ബി ഉണ്ടാക്കാം ഒരു സൈഡ്. അതേപോലെ അടുത്ത് എന്ത് ചെയ്യുക? ബി സിന്റെ ഇതേപോലെ ഉണ്ടാക്കാം. അതുപോലെ എ സി ഉണ്ടാക്കാം. 3 എന്തുണ്ട് നമുക്ക് ഡയറക്ഷൻ കൊസൈൻസ് ഇവിടെ ഫോം ചെയ്യും. എ ബി ബി സി എ സി ആണ്. 11.1 നമ്മൾ ഫിനിഷായി. നമുക്ക് 11.2 നമുക്ക് നോക്കാം. അതുകൊണ്ട് ചാപ്റ്ററിലെ 3 എന്തുണ്ട് എക്സസൈസ് പഠിക്കാനുണ്ട്. 11.1 11.2 11.3. ഓക്കെ, ഡൺ. നമുക്ക് ഇക്വേഷൻ ഓഫ് എ ലൈൻ ഇൻ എ സ്പേസ്. ഒരു സ്പേസിലുള്ള ലൈനിന്റെ ഇക്വേഷൻ ഫോം ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്ക് പാസസ് ത്രൂ ഒരു പോയിന്റും അതിനെ റേഷ്യോ തന്നാലും ലൈൻ കണ്ടുപിടിക്കാനുണ്ട്. പിന്നെ 2 പോയിന്റ്സ് എന്നുള്ള കണ്ടുപിടിക്കാനുണ്ട് കേട്ടോ. ഇക്വേഷൻ ഓഫ് എ ലൈൻ ഇൻ സ്പേസ്. ഒരു സ്പേസിൽ നമുക്ക് എന്താണ് ഒരു പോയിന്റ് വന്നാൽ അതിൻ്റെ ലൈനിൻ്റെ ഫോർമേഷൻ ആണ് ഫസ്റ്റ്. അപ്പോൾ 2 ഫോം ഉണ്ട് ഓരോന്നിനും. വെക്റ്റർ ഫോം ആൻഡ് എന്താണ് കാർട്ടീഷ്യൻ ഫോം കേട്ടോ. അല്ലെങ്കിൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ ഇൻ സ്പേസ്. പേജ് നമ്പർ 468 ആണ് ഇക്വേഷൻ ഓഫ് എ ലൈൻ ഇൻ എ സ്പേസ്. ഒന്നാമത്തെ ഇക്വേഷൻ ഓഫ് എ ലൈൻ ത്രൂ എ ഗിവൺ പോയിന്റ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ നമുക്ക് വേണ്ടത് ഇക്വേഷൻ ഓഫ് എ ലൈൻ equation of a line passes through a line through a given point and a parallel vector. A line through a given point. No, line through a given point through a given point and parallel vector എന്താണ്? vector b എന്ന് പറയാം. ഇതാണ് ഇക്വേഷൻ ഓഫ് എ ലൈൻ ത്രൂ എ ഗിവൺ പോയിന്റ് ആൻഡ് എ പാരലൽ വെക്റ്റർ. ഓക്കെ, ഒരു പോയിന്റും ഒരു പാരലൽ വെക്റ്ററും എന്നുള്ള നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ലൈനിൻ്റെ ഇക്വേഷൻ ഫോം ചെയ്യാൻ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഡെറിവേഷൻസ് ഒക്കെ ഉണ്ട്. ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല, അറിഞ്ഞിരിക്കാൻ നമുക്ക് കേട്ടോ മക്കളെ. ഇപ്പോൾ ഇതൊരു പാരലൽ വെക്റ്ററാണ്. ബി എന്ന വെക്റ്ററുണ്ട്. ആ ബി എന്ന വെക്റ്റർ എന്താണ് നമുക്ക് ഇവിടെ മറ്റൊരു പ്ലെയിൻ ഉണ്ട്. ആ പ്ലെയിനിൽ ഒരു പോയിന്റ് എന്താണ് പാരലൽ ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ 3D എന്ന പ്ലെയിൻ ജസ്റ്റ് ഫോം ചെയ്തു. ഇങ്ങനെ വരച്ചു. അത് നമ്മൾ എന്തൊരു പോയിന്റ് കൊടുത്തു. അത് നമ്മൾ ഇവിടെ എന്താ ഒ പി, ഇവിടെ എന്താണ് ഒ എന്ന് പേരെടുത്തു, ഇവിടെ എ എന്ന് പേരെടുത്തു, ഇവിടെ പി എന്ന് പേര് കൊടുത്തു. ഓക്കെ,
പി എന്ന ലൈന് അല്ലെ ബി എന്ന വെക്ടർ എന്താണ് മക്കളെ പാരലൽ ആണ്. എ പി എന്ന ലൈൻ ആരാണ് മക്കളെ? എ പി എന്ന ലൈന് ബിക്ക് എന്താണ് പാരലൽ ആണ്. ദാറ്റ് ഈസ് വെക്ടർ എ പി അല്ലെ വെക്ടർ എ പി എന്താണ് പാരലൽ ടു ആരാണ് വെക്ടർ ബി ആണെങ്കിൽ നമുക്ക് ചെയ്യാം രണ്ട് വെക്ടർ പാരലലോ അല്ലെങ്കിൽ എന്താണ് കൊളീനിയറോ ആണെങ്കിൽ എന്താ ബന്ധം ഉണ്ടായിരിക്കും തമ്മിൽ എന്താണ് പ്രൊപ്പോർഷണൽ ആയിരിക്കുമല്ലോ പ്രൊപ്പോർഷണൽ. അപ്പം എന്താ വെച്ചാൽ നമുക്ക് ഈ പാരലൽ സിമ്പിൾ മാറ്റിക്കൂടെ വെക്ടർ എ പി ഈക്വൽ ടു എന്ന് നമുക്ക് വേണമെങ്കിൽ ലാംഡ ഇൻറ്റു വെക്ടർ ബി എന്ന് പറയാം. ഓക്കെ ഈ എ പി വെക്ടർ എന്നാൽ എന്താ മക്കളെ വെക്ടർ എ ബി എന്ന് പറയുന്നതാണ് ഒ ബി മൈനസ് ഒ എ എന്നാണല്ലോ. ദാറ്റ് ഈസ് നമ്മളെ എ പി നമുക്ക് എന്താ കിട്ടുക വെക്ടർ ഒ പി അല്ലെ വെക്ടർ ഒ പി മൈനസ് വെക്ടർ ഒ എ എന്ന് പറയാം അല്ലെ വെക്ടർ ഒ പി മൈനസ് വെക്ടർ ഒ എ ഈക്വൽ ടു നമുക്ക് വരാം ലാംഡ ഇൻറ്റു വെക്ടർ ബി എന്ന് കൊടുക്കാം. ഓക്കെ ഈ ഒ പി നമുക്ക് ഒ പി വരിക വെക്ടർ ആറ് മൈനസ് ഒ എല്ലേ ഒ എന്ന് ചെയ്യാം വെക്ടർ എ ഈക്വൽ ടു എന്താണ് ലാംഡ ബി എന്ന് ലാംഡ ബി. ഓക്കെ ദാറ്റ് ഈസ് വെക്ടർ ആർ ഈക്വൽ ടു എന്ത് കിട്ടും മക്കളെ എ വെക്ടർ പ്ലസ് എന്താണ് ലാംഡ ഇൻറ്റു ബി വെക്ടർ ആണ് നമുക്ക് ഫോർമുല. ഓക്കെ രണ്ട് ഫോം ഉണ്ട് ഒരു പോയിന്റും അതേമാതിരി ഒരു പാരലൽ വെക്ടർ എന്നാൽ ലൈൻ ഇക്വേഷൻ രണ്ട് ഫോം ഉണ്ട് വെക്ടർ ഫോം ആൻഡ് എന്താ കാർട്ടീഷ്യൻ ഫോം. വെക്ടർ ഫോം എന്താ IJK ഫോമിലായിരിക്കും കാർട്ടീഷ്യൻ ആണെങ്കിലോ എക്സും വൈയും സെഡും ഫോമിലായിരിക്കും രണ്ട് ഫോം ഉണ്ടായിരിക്കും. ഓക്കെ മക്കളെ നമുക്ക് വേണ്ടത് ഫസ്റ്റ് വെക്ടർ ഫോം ആണ് വെക്ടർ ഫോം. ഓക്കെ വെക്ടർ ഫോം എന്ന് മീൻ ചെയ്യുന്നത് ഇവിടെ വെക്ടർ ഫോം പറഞ്ഞിരിക്കുന്നത് എന്താണ് വെക്ടർ ഫോം പറഞ്ഞാൽ ഇതാണ് വെക്ടർ ആർ ഈക്വൽ ടു എ വെക്ടർ പ്ലസ് ലാംഡ ഇൻറ്റു ബി വെക്ടർ. ഇതാണ് മക്കളെ നിങ്ങളുടെ എന്ത് വെക്ടർ ഫോം എന്ന് പറഞ്ഞിരിക്കുന്നത്. എ എന്താണ് എ ആണെന്ന് ഗിവൺ പോയിന്റ് എ എന്നാണ് പോയിന്റ് കൺസിഡർ ചെയ്യണം. നമ്മൾ ആ പോയിന്റ് എന്ത് കൊടുക്കണം അവിടെ IJK എന്ന് കൊടുക്കണം. അതിൽ ബി എന്ന് നമ്മളെ മീൻ ചെയ്യുന്നത് ബി ആണ് നിങ്ങളെ പാരലൽ വെക്ടർ അല്ലെങ്കിൽ ഡയറക്ഷൻ വെക്ടർ എന്ത് പേരുണ്ടാവും പാരലൽ വെക്ടർ അല്ലെങ്കിൽ ഡയറക്ഷൻ വെക്ടർ പേര് പറയാം. ഓക്കെ ഇയാളെ കാർട്ടീഷ്യൻ ഫോം ആണ് മീൻ ചെയ്യുന്നത്. നമ്മളെ കാർട്ടീഷ്യൻ ഫോം മീൻ ചെയ്യുന്നത് ഈ വെക്ടർ ആർ നമ്മളെ എന്ന് കൊടുക്കുക XI പ്ലസ് YJ പ്ലസ് ZK എന്ന് കൊടുക്കാം അല്ലെ. നമ്മളെ വെക്ടർ എ എന്നാൽ എന്താണ് മക്കളെ നമ്മുടെ വെക്ടർ എ മീൻ ചെയ്യുന്നത് എന്ത് അതിന് x1i പിന്നെ പ്ലസ് y1j x1i പ്ലസ് y1j പ്ലസ് ആരാണ് z1k അല്ലെ x1i പ്ലസ് y1j പ്ലസ് ആരാണ് z1k. again നമ്മൾ വെക്ടർ ബി ക്ക് മുമ്പ് വെക്ടർ ബി ഈക്വൽ ടു എന്ന് പറയാം. വെക്ടർ ബി ഈക്വൽ ടു എന്ത് പറയാ AI എന്നല്ലേ AI പ്ലസ് BJ പ്ലസ് CK എന്ന് പറയാം. ആണ് AI പ്ലസ് BJ പ്ലസ് CK. നമ്മൾ എന്ത് ചെയ്യാം ഇത് അപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നുണ്ട്. ആ ആൻസർ വരുന്നത് എന്താണ് x മൈനസ് x1 ബൈ a ഈക്വൽ ടു y മൈനസ് y1 ബൈ b ഈക്വൽ ടു z മൈനസ് z1 ബൈ എന്താണ് c ഈക്വൽ ടു ലാംഡ. നമുക്ക് എന്തെങ്കിലും കോർഡിനേറ്റ്സ് കാണുമ്പോൾ നമ്മൾ ഈക്വൽ ടു ലാംഡ എന്ന് കൊടുത്താൽ മതി. രണ്ട് പോയിന്റ് തന്നിട്ട് ഇക്വേഷൻ കാണാൻ നമ്മൾ ഉപയോഗിക്കേണ്ട ലാംഡ കൊടുക്കേണ്ട എന്തൊക്കെയാൽ മതി x മൈനസ് x1 ബൈ a ഈക്വൽ ടു y മൈനസ് y1 ബൈ b ഈക്വൽ ടു z മൈനസ് z1 ബൈ c. ഇതാണ് മക്കളെ ഒരു പോയിന്റും ഒരു പാരലൽ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇത് ഉപയോഗിച്ചാൽ മതി. നിങ്ങൾക്ക് കോർഡിനേറ്റ്സ് കാണാൻ പറയില്ല അപ്പോൾ എന്താണ് എനിക്ക് ലാംഡ എടുത്താൽ മതി. ഓക്കെ ഫൈൻഡ് കോർഡിനേറ്റ്സ് കാണാൻ പറഞ്ഞാൽ എനിക്ക് ലാംഡ എടുക്കുക അല്ലെങ്കിൽ ഇക്വേഷനൊക്കെ നമുക്ക് ഉപയോഗിച്ചാൽ മതി. ഇതാണത് കാർട്ടീഷ്യൻ ഫോം. ഇതാണത് വെക്ടർ ഫോം മാറിപ്പോകുന്നത്. ഇവിടെ നമ്മളെ ഈ ബി ആണെന്ത് അടിയിലുള്ള ABC പിന്നെ x1 y1 z1 എന്താണ് ആ ഗിവൺ പോയിന്റിന്റെ എന്താണ് കോഎഫിഷ്യന്റ് ആണ്. പിന്നെ r എന്ന x ഉണ്ടാവും. ഈ നമ്മളെ കാർട്ടീഷ്യൻ എക്സും വൈയും z ഉണ്ടായിരിക്കും. ഓക്കെ രണ്ടാമത് വരുന്ന ഇക്വേഷൻ ഓഫ് ലൈൻ പാസിംഗ് ത്രൂ രണ്ടാമത്തെ സെക്കൻഡ് വൺ ഇക്വേഷൻ ഓഫ് ലൈൻ
equation of line passing through 2 points. Passing through ആണ് 2 points. രണ്ട് points നമ്മൾ ഇക്വേഷൻ പഠിക്കുന്ന ഫോർമുല ആണ്. ഇക്വേഷൻ ഓഫ് ലൈൻ passing through 2 points. രണ്ട് points are given. ഇതെന്താണ് ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല പറയാം. രണ്ട് പോയിന്റ് നാല് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നോക്കും മക്കളെ. ഇത് ദിവസം പറഞ്ഞില്ലേ എ എന്ന പോയിന്റും ഉണ്ട് അതേമാതിരി ബി എന്ന പോയിന്റും ഉണ്ടെങ്കിൽ അതിന്റെ ഇയാളുടെ എന്താ കാർട്ടീഷ്യൻ ഫോമാണ്. അതേപോലെ കാർട്ടീഷ്യൻ ഫോം കാർട്ടീഷ്യൻ ഫോമാണ്. കാർട്ടീഷ്യന്മാരുടെ എക്സും വൈയും സെഡ് ഉണ്ടായിരിക്കും. വെക്ടർ ഫോം ആണെങ്കിലോ ഐച്ചയ്ക്ക് എത്ര മാറ്റമുള്ള അത് ഫസ്റ്റ് നമ്മൾ വെക്ടർ ഫോം വരുന്നത് വെക്ടർ ഫോം വരുന്നത് R is equal to A plus lambda into B minus A. A plus lambda B minus R formula vector formula ആണ്. R is equal to എന്താണ് A plus lambda B minus A. Okay, clear? എന്താ മാറ്റം തമ്മിൽ ഇവിടെ A ഉണ്ടല്ലോ A ഉണ്ടല്ലോ ലാംഡ ഇവിടെ B ആണല്ലോ. ഇവിടെ എന്താണ് ലാംഡ B മൈനസ് എന്നാണ് അത് ചെയ്യേണ്ടത്. നമ്മൾ ബൈറ്റംസ് മാറ്റിയാൽ മതി. വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ട് പോയിന്റ് അല്ലേ A എന്താ x1 y1 z1 B എന്താ x2 y2 z രണ്ട് ഗിവൺ പോയിന്റ്സ് ആണ്. ഇവിടെ B എന്താ വെക്ടറുമാണ്. അത്ര മാറ്റുള്ളൂ. ഓക്കെ, അതിന്റെ കാർട്ടീഷ്യൻ ഫോം നമുക്ക് വരിക. ഇതിന്റെ കാർട്ടീഷ്യൻ ഫോം വരുന്നത് x minus x1 by increase the example x2 minus x1 equal to y minus y1 by y2 minus y1 equal to z minus z1 by എന്താ z2 minus z1. ഇതാണ് കാർട്ടീഷ്യൻ ഫോം. എന്താ മാറ്റാണ് നമ്മൾ നോക്കി മാറ്റം നോക്കി. മുകളിലുണ്ട് സെയിം ആണല്ലോ. ഇവിടെ എ ബി സി ആണ്. ഇവിടെ എ ബി സി എന്താ പാരലൽ വെക്ടർ ആണ്. ഇവിടെ എന്തെങ്കിലും എന്തെങ്കിലും പോയിന്റ്സ് ആണ്. പോയിന്റ്സ് നമ്മൾ ചെയ്യേണ്ടത് പോയിന്റ്സ് തമ്മിൽ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ അത് ബൈ x2 x1 y minus y1 by എന്താ y2 minus y1 equal to അല്ല z minus z1 by എന്താ z2 minus z1. ഇതാണ് വെക്ടർ ഫോമിൽ ഒരു പോയിന്റ് equation of a line through a given point and parallel vector. ഒരു പോയിന്റും ഒരു പാരലൽ വെക്ടർ എന്നുള്ള ഇക്വേഷൻ വെക്ടർ ഫോം എന്താ a plus lambda b. ഇത് കാർട്ടീഷ്യൻ ഫോം വരിക x minus x1 by a equal to y minus y1 by b equal to z minus z1 by c. Okay, next equation of a line passing through 2 points. രണ്ട് points നമ്മൾ എങ്ങനെയാണ് ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ആണത്. ഇതാണ് വെക്ടർ ഫോം. എന്താണ് R is equal to a plus lambda b minus lambda is any scalar. Then Cartesian x minus x1 by x2 minus x1 is equal to y minus y1 by y2 minus y1 equal to z minus z1 by z2 minus z1. Okay, ഇതാണ് വെക്ടർ ഫോം ആൻഡ് ഇതാണ് കാർട്ടീഷ്യൻ ഫോം. അപ്പോൾ വെക്ടറും നമ്മൾ എന്താണ് കാർട്ടീഷ്യൻ ആയിട്ട് ഇവിടെ ചെയ്യാം. അപ്പോൾ രണ്ട് കേസ് ഉണ്ട്. ഈ ലൈനിൻ്റെ ഇക്വേഷൻ ഫോം ചോദ്യം എന്താണ് രണ്ട് പോയിന്റ്സ് ആർ ഗിവൺ എന്നാലും നമുക്ക് എന്തൊക്കെ ലൈൻ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഒരു പോയിന്റും ഒരു വെക്ടർ എന്ന് പറയുമ്പോൾ എന്താണ് ലൈൻ ഇക്വേഷൻ. രണ്ട് കേസ് നമുക്ക് എന്ത് ചെയ്യുക ഇക്വേഷൻ ലൈൻ ഫോം ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ നോക്കുക എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് അതുപോലെ നമുക്ക് ചെയ്താൽ മതി. റെഡി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ആ രണ്ട് ഇക്വേഷൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. എക്സാമ്പിൾ 6 find the vector and Cartesian equation of the line passes through the point 5 2 minus 4 and which is parallel to the vector 3i plus 2j minus 8k. Okay, നമുക്ക് പോയിന്റ് അറിയാം. എക്സാമ്പിൾ 6 ആണ്. എക്സാമ്പിൾ 6 പേജ് നമ്പർ 469 എക്സാമ്പിൾ 6. ഓക്കെ, ഒരു പോയിന്റ് അറിയാം. പോയിന്റ് എന്താ 5 2 minus 4 ആട്ടാ. 5, 2, minus 4 എന്താണ് പോയിന്റ് വരാം. 5 2 minus 4 എന്ന പോയിന്റ്. പിന്നെ and which is parallel to the vector 3i plus 2j minus 8k. 3i plus 2j minus 8k.
കെ. ഓക്കെ, നമുക്ക് എന്ത് കാണാൻ പറഞ്ഞേ, ഇതൊരു പോയിന്റും ഉണ്ട്, എന്തുണ്ട്, ഒരു പാരലൽ വെക്ടറും ഉണ്ട്. ഇത് നമുക്ക് എന്തുണ്ടാക്കണം, അതിന്റെ ലൈൻ ഫോം ചെയ്യണം. ഓക്കെ, ആദ്യം ചെയ്യണം എന്ത് ചെയ്യുന്നതിന്റെ എ വെക്ടർ സിക്കുള്ള പോയിന്റ് എന്താ പറയാ, ഐയും ജെയും കെ എന്താക്കുക അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും മക്കളെ, 5i പ്ലസ് 2j മൈനസ് 4k എന്ന് കിട്ടും. ഓക്കെ, 5i പ്ലസ് 2j മൈനസ് 4k. ഓക്കെ, വെക്ടർ b ഈക്വൽ ടു 3i പ്ലസ് 2j മൈനസ് 8k. 3i പ്ലസ് 2j മൈനസ് 8k എന്ന് കിട്ടിയ എയും ബി നിങ്ങൾ എന്താക്കി നമ്മൾ ഐഡന്റിഫൈ ചെയ്തല്ലോ. യെസ്, നമുക്ക് വെക്ടർ ഫോം ജസ്റ്റ് എന്തൊക്കെയാണ്, വെക്ടർ r is equal to വെക്ടർ a പ്ലസ് ലാംഡ ഇൻറ്റു വെക്ടർ b. ഓക്കെ, a വെക്ടർ പ്ലസ് ലാംഡ ഇൻറ്റു ആരാ, b വെക്ടർ എന്ന് പറയാം. ഓക്കെ, then വെക്ടർ r equal to വെക്ടർ r equal എന്ന് വെച്ചാൽ നമ്മൾ എക്കും ബിക്കും ഇവിടെ വാല്യൂ കൊടുക്കട്ടെ മക്കളെ. നോക്കൂ, 5i പ്ലസ് 2j മൈനസ് 4k പ്ലസ് ലാംഡ ഇൻറ്റു ബി അല്ലേ, ബി വെക്കുന്നത് വരിക 3i പ്ലസ് 2j മൈനസ് 8k. ഇത്രയും മതി, വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എക്കും ബിക്കും ഉണ്ടാക്കിയ വാല്യൂ കൊടുത്താൽ മതി. എ പ്ലസ് ലാംഡ എന്ന് കൊടുത്താൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത കാർട്ടീഷ്യൻ ഫോം ആണല്ലോ. നമ്മൾ കാർട്ടീഷ്യൻ ഫോം വരുന്നത് എക്സ് മൈനസ് x1 എന്താ കിട്ടുക, ആ പോയിന്റ് ആണത്. ഇതാണ് x1, y1, z1 ആ ഗിവൺ പോയിന്റ് ആണ് നമ്മൾ x1 ഉം y1 ഉം z1 അപ്ലൈ ചെയ്യണം. അപ്പം എന്താ വരിക, x മൈനസ് 5 ഡിവൈഡ് ബൈ എന്താണ് 3 ഈക്വൽ ടു അല്ല, പിന്നെ y മൈനസ് 2 ഡിവൈഡ് ബൈ എന്താണ് 2 ഈക്വൽ ടു z മൈനസ് 4 ബൈ എന്താണ് മൈനസ് 8. അത് നമ്മൾ പ്ലസ് ആക്കി മാറ്റുക. ഓക്കെ, നമുക്ക് ഗിവൺ ആൻസർ. ഓക്കെ, അതാണ് ഫസ്റ്റ് ആൻസർ. ക്ലിയർ. എക്സാമ്പിൾ 7 ആണ് നമ്മൾ എക്സാമ്പിൾ 7 മെയിൻ ചെയ്തിരുന്നത്. ഫൈൻഡ് ദ വെക്റ്റർ ഇക്വേഷൻ ഫോർ ദ ലൈൻ passing through the points -1, 0, 2. ആ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് -1, 0, 2 എന്ന പോയിന്റ് ഉണ്ട്, -1, 0, 2 എന്ന പോയിന്റ് ഉണ്ട്. പിന്നെയാണെങ്കിലോ 3, 4, 6 ഉണ്ട്. ആൻഡ് 3, 4, 6 അല്ലേ, 3, 4, 6 ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം മക്കളെ, നമ്മൾ എന്താണ് ഇവിടെ ചെയ്യേണ്ട കാര്യം, വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റൂ. ഇവിടെ എന്തുണ്ട്, 2 പോയിന്റ്സ് ഉണ്ടല്ലോ അല്ല, 2 പോയിന്റ് ആകുമ്പോൾ എന്താണ് ചെയ്യേണ്ട ഫോർമുല, അതിൻ്റെ വെക്ടർ ഫോം എന്താണ്, വെക്ടർ r ഈക്വൽ ടു എന്തായിരുന്നു, എ വെക്ടർ പ്ലസ് ലാംഡ ഇൻറ്റു ആരാ ബി മൈനസ് എ അല്ലേ. എ വെക്ടർ പ്ലസ് ലാംഡ ഇൻറ്റു ആരാണ് ബി മൈനസ് എന്ന് എഴുതാം. അപ്പം ആദ്യം ചെയ്യണം, ഇവിടെ ബി മൈനസ് ഫോം ചെയ്യണ്ടേ. നമ്മൾ എ വെക്ടർ ഈക്വൽ ടു ആരോ -1i പ്ലസ് 0j പ്ലസ് 2k ആണല്ലോ. യെസ്, നമ്മുടെ ബി വെക്ടർ മീൻ ചെയ്യുന്നത്, ബി വെക്ടർ മീൻ ചെയ്യുന്നത് 3i പ്ലസ് 4j പ്ലസ് 6k അല്ലേ. ബി വെക്ടർ കൊണ്ട് വരുന്ന 3i പ്ലസ് 4j പ്ലസ് ആരാണ് 6k. ഓക്കെ, ഇനി ബി മൈനസ് എ ഫോം ചെയ്യണ്ടേ. ബി വെക്ടർ മൈനസ് എ വെക്ടർ ഈക്വൽ ടു അല്ലേ, ബി നമ്മൾ എന്ത് ചെയ്യുക, എ വെക്ടർ മൈനസ് ചെയ്യുമ്പോൾ എന്താ വരിക, 3i മൈനസ് മൈനസ് അല്ലേ 4i അല്ലേ, 4i പിന്നെ 4j പിന്നെ ആരാണ് 4k അല്ലേ, 4i 4j 4k എന്ന് കിട്ടി. ഓക്കെ, അതാണ് എന്ത് ബി മൈനസ്
മൈനസ് എ വെക്ടർ വരിക 4i പ്ലസ് 4j പ്ലസ് മക്കളെ 4k എന്ന് കിട്ടി. ഓക്കെ, വെക്ടർ ഫോം ഉണ്ടാക്കട്ടെ. വെക്ടർ ആർ ഈക്വൽ ടു ഒന്നും ചെയ്യണ്ട, എന്താ എക്ക് ഇപ്പോൾ കൊടുക്കട്ടെ -1i വേണ്ട പ്ലസ് 2k പ്ലസ് ലാംഡ ഇൻറ്റു പ്ലസ് ലാംഡ ഇൻറ്റു മക്കളെ 4i പ്ലസ് 4j പ്ലസ് 4k. ഓക്കെ, 4i പ്ലസ് 4j പ്ലസ് 4k. കാൽഷ്യം ചോദിച്ചിട്ടില്ല, നമുക്ക് കാൽഷ്യം ഉണ്ടാക്കാൻ പോണേ. ചോദിച്ചിട്ടില്ല. കാൽഷ്യം എന്താ വരിക? എക്സ് മൈനസ് x1 ആരാണ്? ഇയാളല്ലേ. -1 ഡിവൈഡ് ബൈ x2 മൈനസ് x1 എന്താണ്? ഈ ബി മൈനസ് കിട്ടിയ വാല്യൂ ആണ് എന്ത് വരിക? x2 മൈനസ് x1 വരിക ബൈ 4 എന്ന് വരും ഈക്വൽ ടു y മൈനസ് 0 ബൈ 4 ഈക്വൽ ടു z മൈനസ് എന്താ 2 y എന്താണ് 4. ഇതാണ് നിങ്ങളെ കാർട്ടീഷ്യൻ ഫോം ചോദിച്ചിട്ടില്ല. ചെയ്തതാണ് കേട്ടോ. ഫോം അത് ചോദിച്ചിട്ടുള്ളൂ. കാൽഷ്യം ഉണ്ടാക്കി ഒന്നും ചെയ്യാനില്ല. മുകളിൽ എന്ത് ചെയ്യുക? ഇത് കൊടുക്കുക, അടി എന്ത് ചെയ്യുക? ബി മൈനസ് കിട്ടിയ വാല്യൂ കൊടുത്താൽ മതി. ഓക്കെ, എക്സാമ്പിൾ 8 ആണ്. എക്സാമ്പിൾ 8. ഓക്കെ, the Cartesian equation of a line is ഒരു Cartesian equation തന്നിട്ട് ക്വസ്റ്റ്യനിലെ x plus 3 by 2 x plus 3 by 2 equal to y minus 5 by 4 equal to z plus 6 by 2. ഇത് വരിക z plus 6 by 2. ഓക്കെ, ഇതൊരു കാർട്ടീഷ്യൻ ഫോമാണ്. നമുക്ക് എന്താ ഫോം ചെയ്യാൻ പറഞ്ഞേ? ഫൈൻഡ് ദ വെക്റ്റർ ഇക്വേഷൻ ഫോം ചെയ്യണം. എന്താ ഫോം ചെയ്യാൻ പറഞ്ഞാൽ? ഫൈൻഡ് ദ വെക്റ്റർ ഇക്വേഷൻ. ഓക്കെ, നമുക്ക് കാർട്ടീഷ്യൻ ഫോം നമുക്ക് അറിയാമെങ്കിൽ അതിൻ്റെ വെക്റ്റർ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോമുല എന്താ മക്കളെ? ഒന്നും ചെയ്യാനില്ല. വളരെ സിമ്പിൾ നമുക്ക് എന്താ പറയാൻ പറ്റുള്ളൂ. എ ബി ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഉണ്ടാക്കിയാൽ മതി അല്ലേ. ഈ അടിയത്താണ് ഇവിടെ വരും. അടിയത്താണ് ലാംഡ ഇൻറ്റു വരുന്നത് അല്ലേ. ഇവിടുത്തെ മുകളിലത്താണ് എന്ത് വരും? നമുക്ക് ആ എ ആയിട്ട് വരുന്നത്. അപ്പോൾ നോക്കി ശ്രദ്ധിക്കുന്ന കാര്യം, ഇവിടെ പ്ലസ് ആണെങ്കിൽ എന്താ പോയിന്റ് വരാം, മൈനസ് ആയിരിക്കും. കാര്യം ഓർമ്മയില്ല. ഓക്കെ, അപ്പോൾ വെക്റ്റർ ആർ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും മക്കൾ? ഇവിടെ -3i പിന്നെ പ്ലസ് 5j മൈനസ് 6 ഒറ്റ കാര്യം അറിയിക്കുക. മുകളിൽ കിട്ടുന്ന ഫോർമുല എക്സ് മൈനസ് x1 ആയതുകൊണ്ട് ശ്രദ്ധിക്കുക, മുകളിൽ പ്ലസ് ആണെങ്കിൽ പോയിന്റ് നിർത്തുമ്പോൾ മൈനസ് ആക്കിയാൽ മതി. ലാംഡ ഇൻറ്റു എന്താണ്? അത് പ്ലസ് മൈനസ് വേണ്ട. ലാംഡ ഇൻറ്റു എന്താണോ പൈൻ്റെ സൈന് അത് കൊടുത്താൽ മതി. ഒക്കെ പോസിറ്റീവ് അല്ലേ. നമുക്ക് 2i അല്ലേ, 2i പ്ലസ് 4j പ്ലസ് 2k. ഓക്കെ, അപ്പോൾ വെക്റ്റർ r equal to the -3i plus 5j minus 6k plus lambda into 2i plus 4j plus 2k എന്ന് വരും. given equation വെക്റ്റർ ഫോം കാർട്ടീഷ്യൻ മണ്ണോട്ടൊക്കെ മറ്റേ വെക്റ്റർ ഫോമിലേക്ക് ജസ്റ്റ് നമ്മളൊന്ന് കൺവേർട്ട് ചെയ്ത് മാറ്റിയതാണ്. ഓക്കെ, നിങ്ങൾ 11.2 ഫോർത്ത് പ്രോബ്ലം നിങ്ങൾ ചെയ്ത് നോക്കണം. 11.2 ഫോർത്ത് പ്രോബ്ലം. ഓക്കെ, 11.2 കേട്ടോ. 11.2 ഫോർത്ത് പ്രോബ്ലം, പിന്നെ ഫിഫ്ത്ത് പ്രോബ്ലം, പിന്നെ സിക്സ്ത് പ്രോബ്ലം, പിന്നെ സെവൻത്ത് പ്രോബ്ലം, പിന്നെ എയ്ത്ത് പ്രോബ്ലം. ഒരു പോയിന്റ് ഒറിജിനാണ്, നമുക്ക് ഒറിജിനൽ പോയിന്റ് അറിയാം. പിന്നെ കാർട്ടീഷ്യനെ വെക്റ്റർ ഫോമിലേക്ക് മാറ്റാൻ സിമ്പിൾ എന്താക്കിയാൽ മതി. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ മുകളിലത്തെ ആൾ എന്ത് ചെയ്യുക? പ്ലസ് ആണ് എന്താക്കുക? മൈനസ് ആക്കുക. മൈനസ് ആണെങ്കിലോ പ്ലസ് ആക്കി മാറ്റി ചെയ്താൽ മതി. അത് പാരലൽ വെക്റ്റർ എന്ന് പറഞ്ഞാലും പിന്നെ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്റ്റർ ഒക്കെ സെയിം ആയിരിക്കും. നമ്മൾ ഞാൻ ചെയ്യുന്നത് അത് എക്കും ബിക്കും ഐജെക്ക് ചിലപ്പോൾ ക്വസ്റ്റൻ ഐജെക്ക് ഫോമിലായിരിക്കുക. അതല്ലെങ്കിൽ എന്തൊക്കെ ആദ്യം ഐജെക്ക് ഫോമിലേക്ക് മാറ്റി ചെയ്തണം. അപ്പോൾ 4ഉം 5ഉം 6ഉം 7ഉം 8ഉം നമ്മൾ ഒറ്റയ്ക്ക് ഹോംവർക്ക് ആക്കി ചെയ്യണം. പിന്നെ 9th ക്വസ്റ്റൻ നോക്കാൻ ഡിസംബർ 9th ഡിസംബർ 9 ഓക്കെ. 11.2 നിങ്ങൾ 4, 5, 6, 7, 8 എക്സാമ്പിളിന് നമ്മൾ അതേ ടൈപ്പ് ക്വസ്റ്റൻ ഇട്ട് അതന്നെ ചെയ്ത് വയ്ക്കാൻ പറ്റും. 11.2 ഡിസംബർ 9 കേട്ടോ. 11.2 ക്വസ്റ്റൻ നമ്പർ 9 നമുക്ക് പറഞ്ഞിരിക്കുന്നത്
find the vector and Cartesian equation of the line that passes through the points, and the points ഉണ്ട് 3, 3, -2, -5, 3, -2, -5 and 3, -2. And സംഭവിക്കാം 3, -2, 6 3, -2, 6 എന്നതിന്റെ വെക്റ്റർ ഫോം ആൻഡ് കാർട്ടീഷ്യൻ ഫോം ആണ് ഫോം ചെയ്യേണ്ടത്. ഓക്കെ, സിമ്പിൾ ആണ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ a വെക്റ്റർ ഈസ് ഈക്വൽ ടു എന്താ വരിക 3i -2j -5. ഓക്കെ, b വെക്റ്റർ ഈക്വൽ ടു വെക്റ്റർ b ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 3i -2j + 6k. വെക്റ്റർ b is equal to ആരാണ്? 3i -2j + 6k. എന്ത് ഫോം ചെയ്യണം അവിടെ? വെക്റ്റർ b മൈനസ് വെക്റ്റർ a നിങ്ങൾ ഫോം ചെയ്യുമ്പോൾ എന്താ ചെയ്യണ്ടേ? b യിൽ നിന്ന് a വെക്റ്ററിനെ മൈനസ് ചെയ്യട്ടെ. ദാറ്റ് ഈസ് 3i 0i + 0j പിന്നെ പ്ലസ് ആറാണ് 11k എന്ന് നമുക്ക് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ വെക്റ്റർ ഫോം വരുന്നത് വെക്റ്റർ r is equal to വെക്റ്റർ r is equal to a plus lambda b minus a 3i -2j -5k plus lambda into 0i plus 0j plus 11k. ഇവിടെ നമുക്ക് 0 ഒഴിവാക്കാം. 0ആയും 0 വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത കേസ് നമുക്ക് വരുന്നത് നെക്സ്റ്റ് കേസ് തരം കണ്ടീഷൻ ഫോം ആണല്ലോ. ഇത് കണ്ടീഷൻ എക്സ് മൈനസ് എന്ത് വെക്റ്റർ ഫോം ആണ്? കണ്ടീഷൻ എക്സ് മൈനസ് എന്താ ഇവിടെ 3 ഡിവൈഡ് ബൈ 0 ഈക്വൽ ടു 5 -2 ഡിവൈഡ് ബൈ 0 ഈക്വൽ ടു നമുക്ക് വരിക z -5 ഡിവൈഡ് ബൈ 11 കേട്ടോ. ഇവിടെ ഫോമുല എഴുതിക്കണം. ഫോമുല എന്താണ്? അതുകൊണ്ടാണ് നമ്പർ ബൈസ് നോട്ട് ഡിഫൈൻഡ് അല്ലേ. ഇവിടെ ഇക്വേഷൻ നമുക്ക് എന്താണ്? ജസ്റ്റ് ആ ഫോം ആണ് x -3/0 ഈക്വൽ ടു അല്ലേ x -3/0. നമ്മളെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ആൻസർ 11.2 11.2 ക്വസ്റ്റ്യൻ 11.2 ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് x -3/0 + 5 + 2/0 പിന്നെ z +5 എന്താണ് 11 ആയിരിക്കും. ജസ്റ്റ് ആ ഫോമുല എഴുതുക. എന്താ കണ്ട അവിടെ 0 ഒഴിവാക്കാൻ പറയുന്നത് ഡിഫൈൻ ഫോമുല മാറ്റരുത്. ഇക്വേഷൻ ഫോം ആണ്. ഇക്വേഷൻ ഫോം ആണ്. ഓക്കെ, ഇക്വേഷൻ x -3/0 = 5 + 2/0 = z +5 എന്താണ് 11 എന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ, ഡൺ.